ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നാടൻ മീൻകറി. ഇതിനായി 1/2 കിലോ തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടെടുത്തത്, ഒരു മീഡിയം സൈസ് സവാള, ഒരു 5 അയില. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. ഉലുവയെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച സവാള കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഒരു കഷ്ണം ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി അതെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മളെ സവാള എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളിയെല്ലാം ഒന്ന് നന്നായി ഉടഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ തക്കാളിയെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നുകൂടി നന്നായി ഉടഞ്ഞു വന്നതിന് ശേഷം വേണം നമ്മൾ അതിലേക്കെല്ലാം മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തക്കാളിയെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. അതായി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എല്ലാം പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ എല്ലാം പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നേരത്തെ നമ്മൾ വെള്ളത്തിൽ പൊതിർത്തി വെച്ചിരുന്നു, അതുകൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മളെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഒരു 5 പച്ചമുളക് ചെറുതായി എരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില ചെറുതായി എരിഞ്ഞെടുത്തത്, അതും കൂടി നമ്മൾ ഗ്രേവീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ഗ്രേവി നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച അയില കഷ്ണങ്ങൾ ഗ്രേവീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ നാടൻ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മണം തന്നെ വേറൊരു ലെവലാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ചോറിനകത്തേക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി തിക്കായിട്ടുള്ള ഗ്രേവി കൂടിയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.